സഹോദരിമാരെ, മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ സവിശേഷ ബുദ്ധിയാണ്. മനുഷ്യനെ ബുദ്ധിയുള്ളവൻ ഹയവാനുൻ നാത്തിഖ് എന്നും ഹയവാനുൻ ആഖിൽ എന്നുമാണ് പറയാറുള്ളത്. സംസാരിക്കുന്ന, അതേപോലെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ജീവി അല്ലെങ്കിൽ മൃഗം എന്നാണ് മനുഷ്യനെ വിശേഷിപ്പിക്കാറുള്ളത്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മൃഗങ്ങൾ, ആ മൃഗങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നവൻ്റെ വിശേഷ ബുദ്ധിയാണ്. നല്ല ബുദ്ധിയുള്ള മൃഗങ്ങൾ എന്ന് നമുക്ക് ചിലതിനെയൊക്കെ തോന്നാറുണ്ട്. വളരെ ഗ്രാഹ്യമായ ചില കഴിവുകളുള്ള, ചില കാര്യങ്ങളൊക്കെ മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള മൃഗങ്ങൾ, ചിലത് എത്ര വർഷം കഴിഞ്ഞാലും ആളുകളെ ഓർത്തെടുക്കാൻ, സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ കഴിയുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നല്ല ബുദ്ധിയുള്ളതാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യൻ എന്ന വിഭാഗത്തെ തന്നെ വേർതിരിക്കുന്ന ഘടകം അവൻ്റെ ചിന്തയും ബുദ്ധിയുമാണ്. ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എന്നാൽ ആവശ്യങ്ങൾക്ക് ആ ബുദ്ധി അവൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ അവനും മറ്റു ജീവജാലങ്ങളും തമ്മിൽ, നാൽക്കാലികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. മറ്റു ജീവികൾ 4 കാലിൽ നടക്കുന്നു, മനുഷ്യൻ 2 കാലിൽ നടക്കുന്നു എന്ന വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത്. ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അവൻ്റെ ബുദ്ധിയെ അവൻ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവനെ 4 കാലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബുദ്ധി, ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് നമ്മൾ അറിവ് കരസ്ഥമാക്കുവാനും ആ നേടിയ അറിവനുസരിച്ചുകൊണ്ട് ചിന്തിച്ചും ബുദ്ധി കൊടുത്ത് ആലോചിച്ചും പ്രവർത്തിക്കാനുമായിരിക്കണം നമ്മൾക്ക് കഴിയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമുള്ള അറിവുകൾ മാത്രമായിരിക്കണം നേടിയെടുക്കേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവരാകുന്നത് അവർ ആവശ്യമുള്ളത് മാത്രം നേടുകയും ആവശ്യമുള്ളത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. ഒരാവശ്യവുമില്ലാത്ത അനാവശ്യങ്ങളായ കാര്യങ്ങൾ ഇടപഴകുന്നതിനെ ഒരു നല്ല ലക്ഷണമായിട്ട് ആരും പറയാറില്ല. ഉപകാരമില്ലാതെ നേടിയെടുക്കുവാനും പാടില്ല. അറിവിൻ്റെ വിഷയത്തിലും അതേ ഒരു പോളിസി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ പതിവാക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പഠിപ്പിക്കുന്നത് അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ എന്നാണ്. 4 കാര്യങ്ങളെ തൊട്ട് രക്ഷ തേടുന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നു. എന്താണ് ഒന്നാമതായി പ്രവാചകന് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. എന്തിൽ നിന്നൊക്കെയാണ് രക്ഷ തേടുന്നത്? മിൻ ഇൽമിൻ ലാ യൻഫ, ഒരു ഉപകാരവുമില്ലാത്ത അറിവിൽ നിന്ന്. പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിൽ ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് പടച്ച റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എനിക്കൊരു ഉപകാരവുമില്ലാത്ത, എൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കാത്തതായ അറിവ് അല്ലാഹുവേ നീ എനിക്ക് നൽകല്ല, മറിച്ച് ഉപകാരമുള്ള അറിവ് മാത്രം എനിക്ക് നൽകണേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ വമിൻ ഖൽബിൻ ലാ യഖ്ശ, പടച്ച റബ്ബേ നിന്നെ പേടിക്കാത്ത ഒരു ഹൃദയമുണ്ടായിട്ട് നിന്നെ ഭയക്കാതെ, നിന്നെ പേടിക്കാതെ ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം എനിക്കുണ്ടാക്കരുത്. വമിൻ നഫ്സിൻ ലാ തശ്ബ, എന്ത് കിട്ടിയിട്ടും ആർത്തി തീരാത്ത ഒരു മനസ്സിൽ നിന്ന്, ഒരു ശരീരത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നെ രക്ഷ തേടുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, എത്ര ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്തതായ പ്രാർത്ഥനകൾ അല്ലാഹുവേ അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങളത്തോട് രക്ഷ തേടാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയത് ഉപകാരമില്ലാത്ത അറിവിൽ നിന്നാണ്. അപ്പോൾ അറിവ് ഉപകാരപ്രദമാകണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അറിവിൻ്റെ വിഷയത്തിൽ യാതൊരു തിരിച്ചറിവുമില്ലാത്തവരായിക്കൊണ്ട് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ മക്കൾക്ക് എന്ത് പഠിപ്പിക്കണം, എന്ത് നൽകണം എന്ന്
വിവരമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാകുന്നു. സമൂഹത്തിൽ തൻ്റെ പ്രജകൾക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്ന വിഷയത്തിൽ ഒരു കൃത്യമായ ധാരണ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഭരണകൂടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. ഒരാവശ്യവുമില്ലാത്ത അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചരിത്രം തിരിച്ചു കുറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ നയങ്ങളിൽ കൂട്ടിച്ചേർക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ കുത്തി നിറക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താൻ എന്തു പഠിക്കണമെന്ന്, തൻ്റെ മക്കൾക്ക് എന്ത് പഠിപ്പിക്കണമെന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഉണ്ടാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണമെന്നല്ല, മക്കളാകുമ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ടേ, ഓന് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കട്ടെ എന്നല്ല. അവർ സ്കൂളുകളിലേക്ക് പോകുന്നുവെങ്കിൽ തന്നെ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നോ അവരെന്താണ് പഠിക്കുന്നത് എന്നോ അവിടെ പോയിട്ട് അവർക്കുണ്ടാകുന്ന ഉപകാരം എന്ത്, ഉപദ്രവം എന്ത് എന്നോ ഒരു തരത്തിലും ഒരു അന്വേഷണവും നടത്താത്ത മാതാപിതാക്കൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. മകൻ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് ക്ലാസ്സിലാണെന്ന് പറയാൻ കഴിയാത്ത, SLC കഴിഞ്ഞാൽ +2 പഠിക്കുമെന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് പറയാൻ കഴിയാത്ത, +2 കഴിഞ്ഞാൽ എന്ത് പഠിക്കുമെന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കാം, പക്ഷേ എന്തിനവരെ പറഞ്ഞയക്കുന്നു എന്ന ഒരു ചിന്ത പോലും പല മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ വസ്തുതയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുക്കുന്നു എന്നും നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ടും പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച കാര്യം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും. അല്ലാഹു ആരാണ്? അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് പറഞ്ഞയച്ചവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? ആ സമൂഹം ഉമ്മിയായിരുന്നു, നിരക്ഷരനായ ഒരു സമൂഹം, അറിവില്ലാത്ത ഒരു സമൂഹം. ഇവിടെ ഉമ്മി എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് യാതൊരു തരത്തിലുള്ള ഇൽമും ഇല്ലാത്ത ആളുകൾ എന്ന അർത്ഥത്തിലല്ല. ആധുനിക കാലഘട്ടത്തിൽ തന്നെ പഠിപ്പിക്കപ്പെടുന്ന അറബി സാഹിത്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്ന സാഹിത്യങ്ങളിൽ അറബി സാഹിത്യത്തിന് ഏറ്റവും സുവർണ കാലഘട്ടമെന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാന കാലഘട്ടം എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ജാഹിലിയ കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. അറബി കവിതയിൽ അഗ്രേസര ആളുകൾ അന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കവിതകൾ അല്ല, ആ കാലഘട്ടത്തിൽ പാടപ്പെട്ട കവിതകൾ, ആ കവിതകളുടെ പ്രാസമൊപ്പിച്ചുകൊണ്ട് മാത്രമാണ് പിൽക്കാലഘട്ടങ്ങളിൽ അറബി കവിതകൾ ഉണ്ടായത്. അറബി സാഹിത്യത്തിൽ ഒരു കവിതയെ കവിത എന്ന് വിളിക്കണമെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കവിതകളിലെ ഏതെങ്കിലും ഒരു പ്രാസത്തിൽ ഒത്തതായിരിക്കണം. നിമിഷങ്ങൾ കൊണ്ട് കവിതകൾ പാടാൻ കഴിവുള്ളവരായിരുന്നു അവർ. തൻ്റെ എതിരാളികളെ കവിതകൾ കൊണ്ട് അടിച്ചമർത്തിയിരുന്ന, ഒന്നുമില്ലാതാക്കി കളഞ്ഞിരുന്ന കവികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നല്ല പ്രഭാഷകന്മാർ, നല്ല സാഹിത്യകാരന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ നല്ല ഭാഷയിൽ നല്ല കഴിവ് നേടിയവരായിരുന്നു. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉമ്മി എന്നാണ് വിളിച്ചത്. മാത്രവുമല്ല, ആ കാലഘട്ടത്തിൽ അവർ നേടിയെടുത്ത അറിവുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഗോളശാസ്ത്രത്തിൽ വലിയ കഴിവുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദിവസങ്ങളെ കണക്കാക്കുന്ന വിഷയത്തിൽ വലിയ ജ്ഞാനമുള്ളവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒട്ടകങ്ങളുടെയും കുതിരയുടെയും വിഷയത്തിലൊക്കെ വലിയ ജ്ഞാനമുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഒട്ടകത്തെ കണ്ടാൽ അതിനെത്ര വയസ്സായി എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ, ഒരൊട്ടകത്തിന്റെ കാൽപ്പാട് കണ്ടാൽ ഇത് എത്ര പ്രായമുള്ള, എത്ര ദൂരെ നിന്നും യാത്ര ചെയ്ത ഒട്ടകമാണ് എന്ന് വരെ പറയാൻ കഴിവുള്ളവർ വരെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം അവർക്ക് വിവര സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് വിവരമുണ്ടായിരുന്നു എന്ന് നമുക്കതിൽ മനസ്സിലാകും. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചത് അൽ ഉമ്മിയീന, നിരക്ഷരർ എന്നാണ്. എഴുത്തും വായനയും അറിയാത്തവർ. ആ കാലഘട്ടത്തിൽ അല്ലാഹു വിശേഷിപ്പിച്ചത് അൽ ജാഹിലിയ എന്നാണ്. ഒരു അജ്ഞാന കാലം, അറിവില്ലാത്ത വിഭാഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്? അതിന് കാരണമുണ്ട്. അല്ലാഹു തുടർന്ന് പറയുന്നത് ആ പ്രവാചകനെ കുറിച്ച്, ആ പ്രവാചകന്റെ പ്രത്യേകത യത്ലു അലൈഹിം ആയാതിഹി. ആ പ്രവാചകൻ ആ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് മുകളിൽ ഓതി കേൾപ്പിച്ചു. വയുസക്കീഹിം, എന്നിട്ട് അവരെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഷ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ,
ആ പ്രവാചകൻ ചെയ്തത് അവർക്ക് കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നിരക്ഷരമായ ഒരു സമൂഹത്തെ, ജാഹിലിയ എന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു സമൂഹത്തെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? ആ പ്രവാചകൻ നിരക്ഷരനായിരുന്നു. ആ നിരക്ഷരനായ പ്രവാചകൻ അവരെ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. ആ പഠനം കൊണ്ടാണ് അവർക്ക് വലിയ മാറ്റമുണ്ടായത്. അവർ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങേയറ്റ വഴിപിഴച്ച ആളുകളായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റവും കുന്തും ഖൈറ ഉമ്മ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ്? പ്രവാചകന്റെ ഈ പഠന രീതി കൊണ്ടാണ്. സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എന്താണോ പഠിപ്പിച്ചത്, പ്രവാചകന്റെ സഹാബികൾ എന്താണോ പഠിച്ചത്, അവർക്ക് എന്തുകൊണ്ടാണോ മാറ്റമുണ്ടായത്, അതുകൊണ്ട് മാത്രമേ ലോകത്തെ ഏത് കാലഘട്ടത്തിലും വേറെ സമൂഹത്തിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഷ്കരിച്ചെടുത്ത സമൂഹത്തെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, പഠിക്കുവാനും അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സമൂഹത്തിന് വലിയ തരത്തിൽ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, പ്രചോദനം നൽകിയിട്ടുണ്ട്. മക്കളെ പഠിപ്പിക്കുവാൻ, സ്വമേധയാ പഠിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ രൂപത്തിൽ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ ഇറങ്ങുവാൻ പാടില്ല. പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തിന് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കൂ. വലിയ നീണ്ട ലിസ്റ്റുകൾ അവിടെ ഉണ്ട്. പക്ഷെ പലതും കുട്ടികൾക്ക് യാതൊരു ആവശ്യമില്ലാത്തത് വരെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. പഠിപ്പിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റിന്റെ വിഷയത്തിന്റെ അകത്ത് തന്നെ യാതൊരു നിലക്കും ഒരു ഉപകാരവും ഇല്ലാത്ത, ഒരു വേള ഉപദ്രവം വരെ ഉണ്ടാക്കുന്ന പാഠ്യപദ്ധതികൾ, പാഠ്യരീതികൾ, പാഠപുസ്തകങ്ങൾക്കുള്ളിലുണ്ട്. സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ച് നിർബന്ധമായും അത് പഠിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ ഉള്ളത്. അതുകൊണ്ട് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല, അവർ പഠിക്കേണ്ടതില്ല എന്നാണോ തീരുമാനിക്കേണ്ടത്? അല്ല. അവർക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്. അവർക്ക് സമൂഹത്തിൽ ഉയരണമെങ്കിൽ, അവർക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ, സമൂഹത്തിൽ ഭാവിയിൽ അവർക്ക് ഉയർന്നു വരാൻ കഴിയണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷെ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയുന്നവരായി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അവർക്ക് നല്ലതും തീയതും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അവിടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടത് ഏതൊക്കെയാണ് എന്ന്, കേവലം പരീക്ഷയിൽ മാത്രം ഒതുക്കേണ്ടത് ഏതാണ് എന്ന്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഏതാണ് എന്ന് അവർക്ക് കൃത്യമായി കൂടെ വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. സ്കൂളുകളിൽ പോയാൽ എങ്ങനെ പെരുമാറണമെന്ന്, ഏത് രൂപത്തിലാകണമെന്ന് അതൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുന്നവരായിരിക്കേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും നോക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ആളുകൾ ഇന്ന് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക ജ്ഞാനങ്ങൾക്ക്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക്, ഇസ്ലാമിന്റെ ഷിആറുകൾക്ക് യാതൊരു തരത്തിലുള്ള നിലയും വിലയും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് വരെ നമ്മുടെ സമൂഹത്തിലെ മാതാപിതാക്കൾ മാറുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ഒരൊറ്റ ചിന്തയിൽ ഏത് സ്കൂളിലേക്കും പറഞ്ഞേക്കുവാൻ അത്തരം സ്കൂളുകൾ ഇസ്ലാമിൻ്റെ എല്ലാവിധ കാര്യങ്ങളും തച്ചു തകർക്കുന്നവരായിരുന്നാൽ പോലും തൻ്റെ മകൾക്ക്, തൻ്റെ മകന് ദീനിയായ ചുറ്റുപാടിൽ നിലക്കും ജീവിക്കാൻ കഴിയാത്ത, വസ്ത്രം പോലും നേരാം വണ്ണം ധരിക്കാൻ കഴിയാത്ത സ്കൂളാണെങ്കിൽ പോലും അവിടേക്ക് പറഞ്ഞേക്കാൻ യാതൊരു മടിയുമില്ലാത്ത രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ മാറുന്നു. ഉയർന്നു വരുന്ന വിവാദങ്ങളുടെയൊക്കെ പിന്നാമ്പുറം പരിശോധിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ നമുക്കതല്ലേ മനസ്സിലാകുന്നത്. മുസ്ലിം സമൂഹത്തിൽ ആളുകൾ പലപ്പോഴും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പറഞ്ഞയക്കുമ്പോൾ അതിന് കാരണമായി പറഞ്ഞ എന്താണ്? അവർക്കതിൽ യാതൊരു താല്പര്യവുമില്ല. തൻ്റെ കുട്ടി തട്ടമിടാതെ പോകുന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. തൻ്റെ കുട്ടി നമസ്കരിക്കാതിരിക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. പക്ഷെ പറയുന്നത് അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും എന്താണ് നമ്മളെ പഠിപ്പിക്കേണ്ടത് എന്നും, നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരമുള്ള അറിവ് എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് രണ്ട് ലോകത്ത് ഉപകാരപ്രദമായ അറിവാണ് അവൻ നേടിയെടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല അറിവ്. ഏറ്റവും കുറഞ്ഞ കാലത്തേക്ക് മാത്രമുള്ള അറിവ് അതിനെ കൊണ്ട് കാര്യമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ നാളെയോ മറ്റന്നാളോ മരണപ്പെടുന്നുവെങ്കിൽ, നമ്മൾ മരണപ്പെടുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും മക്കൾക്കും ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയാൽ സുഹൃത്തുക്കളെ, നമ്മൾ വർഷങ്ങളോളം പ്രയാസപ്പെട്ട് സമയം കൊടുത്ത് നേടിയെടുത്ത വിദ്യാഭ്യാസത്തിനും അതിലൂടെ നമ്മൾ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകൾക്കും എന്ത് വിലയാണുള്ളത്? മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി അല്ലെങ്കിൽ വലിയ റാങ്ക് കരസ്ഥമാക്കിയ സർട്ടിഫിക്കറ്റുകൾക്ക് കേവലം കടലാസിന്റെ വില മാത്രമാണുള്ളത്. വർഷങ്ങളോളം മണിക്കൂറുകൾ ഉറക്കമൊഴിച്ച് പഠിച്ച നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം
അവന്റെ കുടുംബത്തിലെ ഒരാൾക്കും അതുകൊണ്ട് ഉപകാരമില്ല. അത് കൊണ്ടുപോയി പണയം വെക്കാൻ വഴിയില്ല. അതാർക്കെങ്കിലും കൊടുത്താൽ പൈസ കിട്ടുകയില്ല. ഒന്നിനും ഒരു ഉപകാരമില്ലാത്ത കേവലം കടലാസിന്റെ വില മാത്രമാണ് അത്തരം കാര്യങ്ങൾക്കുള്ളത്. അത് നേടിയെടുക്കേണ്ടതില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. അത്തരം വിദ്യാഭ്യാസങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, എപ്പോൾ മരണപ്പെട്ടാലും ഭൗതിക ലോകത്ത് ഒരു സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയിട്ടില്ല എങ്കിലും അള്ളാഹുവിനുമ്പിലേക്ക് തിരിച്ചു പോയാൽ, അള്ളാഹുവിനുമ്പിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നേടിയെടുക്കുവാൻ കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെയും മക്കളുടെ വിജയമുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ ആരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന്. പ്രവാചകനോട് ചോദിച്ചു, റസൂൽ ആരാണ് ഏറ്റവും ബുദ്ധിമാൻ? പ്രവാചകന് പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഇദാദൻ. മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവനും അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുന്നവനുമാണ് ഏറ്റവും നല്ല ബുദ്ധിമാനി എന്നാണ്. സുഹൃത്തുക്കളെ, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഒരുപാട് കാലം നമുക്ക് ജീവിക്കുവാനുള്ളത്. ആ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ അറിവായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ ദീന് പഠിക്കുവാൻ നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട്? റബ്ബിന്റെ ദീന് പഠിക്കുവാൻ നമ്മൾ എത്രത്തോളം അധ്വാനം നമ്മൾ മുന്നിൽ മാറ്റിവെക്കുന്നുണ്ട്? ആലോചിക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടായിട്ട്, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടായിട്ട്, മാസത്തിൽ 30 ദിവസങ്ങൾ ഉണ്ടായിട്ട്, ഇതിൽ എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്? നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്? നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം. ആ മദ്രസ വിദ്യാഭ്യാസം തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന വിഷയത്തിൽ കൂടി മാതാപിതാക്കൾക്ക് ശ്രദ്ധയുണ്ട്. മദ്രസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സ്കൂൾ മുടങ്ങരുത് എന്ന ചിന്തയിലേക്ക് ആകരുത് നമ്മുടെ ചിന്ത എന്നുള്ളത്. സുഹൃത്തുക്കളെ, സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നൽകേണ്ടതാണ് മതവിദ്യാഭ്യാസം. ഇന്ന് ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിന്റെ വിമർശകർ മദ്രസ പഠനത്തെയും മദ്രസ വിദ്യാഭ്യാസത്തെയും താറടിച്ചു കാണിക്കുവാനും നിരുത്സാഹപ്പെടുത്തുവാനും അവിടെ നിന്നൊക്കെ പൊട്ടിത്തെറിക്കുവാനും തോന്നിവാസങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകൾ മാത്രമാണ് കൈമാറുന്നത് എന്ന രൂപത്തിലുള്ള ചിന്തകൾ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചുകൊണ്ട് മദ്രസയെ തന്നെ പൂട്ടാനുള്ള ആ സംഘടന നിർത്തലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം മാത്രം മതി എന്നുള്ള ചിന്തയിലേക്കൊക്കെ ആളുകൾ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ സുഹൃത്തുക്കളെ, നമുക്ക് കൃത്യമായ നിലപാടുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമുക്ക് വലിയ നിലപാടുണ്ടാകണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, സഹാബികളും പിൽക്കാലത്തെ ആളുകളൊക്കെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കണമെന്നാണ്. അല്ലിമു അബ്നാഅക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, ദീനും അദബും പഠിപ്പിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കണം, അതേപോലെ സംസ്കാരവും മര്യാദയും പഠിപ്പിക്കണം. ദീന് പഠിച്ചാൽ സുഹൃത്തുക്കൾ ഒരു വ്യക്തി നന്നാകും. ദീന് പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു വ്യക്തി വളരെ അധമനായി തീരും, മോശമായി തീരും. അള്ളാഹുവിന്റെ ദീന് പഠിച്ചാൽ അവന് ഏറ്റവും ഉപകാരം മാത്രമാണ് ഉണ്ടാകുന്നത്. മാതാപിതാക്കൾക്ക് എങ്ങനെ നന്മ ചെയ്യണമെന്ന്, അവരെ വലുതാകുമ്പോൾ അവരെ ഏത് രൂപത്തിൽ നോക്കണമെന്ന്, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന്, താഴെയുള്ള പ്രായം കുറഞ്ഞ ആളുകളോട് എങ്ങനെ അവർക്ക് സ്നേഹം നൽകണം, പരിഗണന നൽകണമെന്ന്, സമൂഹത്തിൽ പ്രയാസം നേരിടുന്ന ആളുകളെ എങ്ങനെ ചേർത്തു പിടിക്കണമെന്ന് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങൾ നമ്മുടെ മക്കളെ പഠിക്കട്ടെ. അത് പഠിക്കുക വഴി അവർക്ക് വലിയ മാറ്റമുണ്ടാകും. അങ്ങനെ അതിനെ പഠിപ്പിക്കുവാൻ, ആ ദീനി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, നമ്മളുടെ മക്കൾ അവർ ദീന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും ദീന് പഠിക്കുന്ന അവസ്ഥാവിശേഷമായി ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഞാൻ പണ്ട് മദ്രസയിൽ പഠിച്ച് അവിടെ അവസാനിക്കേണ്ടതല്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ കൂടുതൽ പഠിച്ച് നന്നാക്കുവാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുവാൻ, ദീന് പഠിക്കുവാൻ നമ്മളും സമയം കണ്ടെത്തേണ്ടതുണ്ട്. കുടുംബത്തോടൊപ്പം പഠിക്കുന്ന അവസ്ഥയുണ്ടാകണം. ഒരു വീട്ടിലെ ഉപ്പയും ഉമ്മയും വല്ലിപ്പയും സഹോദരങ്ങളും എല്ലാവരും എപ്പോഴും ദീന് പഠിക്കുന്ന, അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുന്ന, ഒരു ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി ഓൺലൈനിലോ മറ്റോ അത്തരം സംരംഭങ്ങളൊക്കെ ഇന്ന് വളരെ സജീവമായി ലഭ്യമാണ്. ഇസ്ലാമിക റേഡിയോ സംവിധാനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ആയിക്കൊണ്ട് സുഹൃത്തുക്കളെ ദീന് കൃത്യമായി കൊണ്ട് പഠിക്കുന്ന അവസ്ഥാവിശേഷം കുടുംബത്തിൽ ഓരോരുത്തരും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വലിയ നേട്ടമായിരിക്കും. അതുവഴി നമ്മൾ കുടുംബത്തെ നരകത്തെ കാത്തുരക്ഷിക്കുവാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ കാത്തുരക്ഷിക്കണമെന്നാണ്. ആ വിഷയത്തിൽ സുഹൃത്തുക്കളെ ഓരോരുത്തർക്കും കൃത്യമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീന് പഠിക്കുവാനും അതിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥമായ ഇൽമ്, അള്ളാഹുവിനെ കുറിച്ചുള്ള, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് കുടുംബത്തിലെ ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടതുണ്ട് എന്നും അതുവഴി ആവശ്യമില്ലാത്ത അറിവിനെ മാറ്റിവെക്കാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നേടിയെടുത്താൽ ഉപകാരം മാത്രമുള്ള അറിവ് അത് ഇസ്ലാമികമായ അറിവാണ് എന്ന് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ ദീനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരുപാട് ഉത്തരങ്ങൾ നൽകുവാൻ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്നവരായി ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിന്റെ 28-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനുഷ്യരുടെ കൂടെ അടിമകളുടെ കൂട്ടത്തിൽ പടച്ചറബിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, പേടിക്കുന്നത് ഇൽമുള്ള, അറിവുള്ള ആളുകളാണ് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, ദീനിയായ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിന് പേടിയുണ്ടാകും. പടച്ചറബ് സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് പഠിക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ നമുക്കത് മാറി നിൽക്കാൻ കഴിയുന്നത്. കള്ളു കുടിക്കാൻ പാടില്ല, ഹറാമാണ് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് മാറി നിൽക്കാൻ കഴിയുക. കൊലപാതകം ഹറാമാണ് തിരിച്ചറിയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ പടച്ചറബിനെ പേടിക്കുവാനും ഹറാമിൽ നിന്ന് മാറി നിൽക്കുവാനും സാധ്യമാകും. ആ ഇൽമ കരസ്ഥമാക്കുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം മുഴുവൻ ഇസ്ലാമികമാകും. അവൻ്റെ വസ്ത്രധാരണ നിര്യാണിക്ക് മുകളിലേക്ക് ആയിത്തീരും. അവൻ്റെ താടി രോമങ്ങൾ നീണ്ടു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്നവനാകും. അവൻ നമസ്കാരം ഒഴിവാക്കാത്തവനാകും. സുബ്ഹിന് കിടന്നുറങ്ങാത്തവനാകും. എല്ലാ കാര്യവും ശ്രദ്ധയുള്ളവനാകും. ഒരു പെൺകുട്ടിയെ ദീന് പഠിപ്പിക്കുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ വസ്ത്രധാരണം ഇസ്ലാമികമാകും. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, തട്ടം നേരാവണ്ണം കുത്തുന്നില്ല എന്ന് പരാതി പറയുന്ന മാതാപിതാക്കളുണ്ട്. അവർക്കതിന് കൃത്യമായി ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ തട്ടം ധരിച്ചിട്ടില്ല എങ്കിൽ, ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ അത് ഹറാമാണ് എന്നും അത് നരകത്തിലേക്കുള്ളതാണ് എന്നും തിരിച്ചറിവ് പെൺമക്കൾ ഉണ്ടാക്കിയെടുത്താൽ, ആ ഇൽമ അവർക്കുണ്ടായാൽ അവർ അള്ളാഹുവിനെ പേടിക്കും. അവർ അത്തരത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ശരീരം മറയുന്ന വസ്ത്രം ധരിച്ചുള്ളവർ പുറത്തേക്ക് ഇറങ്ങും. റബ്ബിനെ പേടിച്ചു കഴിഞ്ഞാൽ, ഇൽമുണ്ടായി കഴിഞ്ഞാൽ ഭർത്താവിനനുസരിക്കുന്ന ഭാര്യമാരുണ്ടാകും, ഭാര്യയെ പരിഗണിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും. ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാവരും അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിലൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ അവർ ആ ഇൽമ് നേടിക്കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായിക്കൊണ്ട് ജീവിക്കുവാൻ സാധ്യമാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ പേടിക്കണമെങ്കിൽ, റബ്ബിനെ ഭയന്ന് ജീവിക്കാൻ കഴിയണമെങ്കിൽ, ഒരു നല്ല മനുഷ്യനാകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൽമ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഇൽമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള, പ്രവാചകനെ കുറിച്ചുള്ള, ദീനിനെ കുറിച്ചുള്ള അറിവാണ്. ആ ഇൽമ കരസ്ഥമാക്കുവാനും അതുവഴി ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുവാനും അനാവശ്യമായ കാര്യങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.